ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് മനസ്സിലായോ? യെസ്, ഗുണ്ടിൽപേട്ട്. ഇപ്പോഴാണ് ഗുണ്ടിൽപേട്ട് പോകാൻ ഏറ്റവും നല്ല സമയം. പൂക്കളൊക്കെ റെഡി ആയി നിൽക്കുവാണ്. അടിപൊളി വയനാടൻ വ്യൂസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 8 മണിയൊക്കെ ആകുമ്പോൾ വയനാട് ചുരത്തിലുള്ള ഒരു തിരക്കാട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ വയനാടൻ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എത്തുന്നത് മുക്തങ്ങ ചെക്ക് പോസ്റ്റും അതും കഴിഞ്ഞ് ബന്ദിപ്പൂർ ടൈഗർ റിസർവും. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. റോഡിന്റെ 2 വശങ്ങളിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും പച്ചപ്പും അതിനിടയിലൂടെ വന്നു പോകുന്ന കാട്ടുമൃഗങ്ങളും ഇതെല്ലാം ആസ്വദിച്ച് നമ്മൾ അങ്ങനെ എത്തുന്നത് നമ്മുടെ ഗുണ്ടൽപേട്ടിലേക്കാണ്. കർണാടകയുടെ പൂക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന ഗുണ്ടലുപേട്ട് ഇപ്പോൾ അതിമനോഹരമായിട്ട് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. 2 സൈഡിലും നമുക്ക് റോഡിന്റെ 2 വശങ്ങളിലും ായിട്ട് നിറഞ്ഞ പൂപ്പാടങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവിടുത്തെ പൂക്കൾ എന്താ പറയാ, നമ്മൾ പറയില്ലേ നോക്കത്താ ദൂരത്തോളം നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് 50 രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ ഇവിടെ കയറാനും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ചാർജ് ആക്കുന്നത്. ചെട്ടിപ്പൂ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. സൂര്യകാന്തി, അതേപോലെ ജമന്തി, മല്ലിക, അങ്ങനെ ഒരുപാട് തരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളോട് ഇവർ പറഞ്ഞത് ഇതൊക്കെ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുവാണെന്നാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻഡ് ബെസ്റ്റ് ടൈം കേട്ടോ. ഇവിടെ പൂക്കൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറികളും മറ്റു കൃഷികളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കാർഷിക ജനതയുടെ ഗ്രാമഭംഗി മുഴുവനും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം പോണ വഴിക്ക് ഇങ്ങനെ പൂക്കൾ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. പൂക്കളെ കണ്ടു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, ക്യാമറ കണ്ണുകൾക്ക് ശരിക്കും അങ്ങോട്ടുള്ള ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിനേക്കാളും നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ നേരിട്ട് കാണുമ്പോഴേന്ന്. ഈ ഒരു വില്ലേജ് വ്യൂ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിറ്റി മോഡിലേക്കാണ്. അവിടുത്തെ തിരക്കും ട്രാഫിക്കും പൊടിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതിനു മുന്നേ കണ്ണിനും മനസ്സിനൊക്കെ നല്ല കുളിർമ കിട്ടുന്ന നല്ല കാഴ്ചകളാണിതൊക്കെ. പിന്നെ ഇവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങി കുറച്ച് മസാല മിക്സ് ചെയ്ത മാങ്ങ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ, സീ യു.